ഈ നൊയമ്പിന്റെ സമയത്ത് മാത്രമേ ഉള്ളൂ നിർത്തുന്നത്. അത്രേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഇപ്പം ഞാൻ പറയാം, നമ്മളിപ്പം ചീത്ത പറയുന്ന ഒരു മനുഷ്യനാണ് കുട്ടികൾ, ചീത്ത പറയത്തില്ല. ഈ നൊയമ്പ് കഴിഞ്ഞ് ഭക്ഷണം തുടങ്ങുമ്പോൾ തന്നെ ചീത്ത പറയാൻ തുടങ്ങും. എന്തെങ്കിലും മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയോ? ഇല്ല. ആ കാലയളവ് മാത്രം. അപ്പൊ ഈ സ്വന്തം ബുദ്ധി കൊണ്ട് ഞാൻ ഇത് ചെയ്യത്തില്ല, ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുള്ള ആഗ്രഹത്തോടെ ചെയ്തില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കണമെന്നാണ് ഇവിടുത്തെ ആഗ്രഹം. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുവാൻ കഴിയുന്നില്ല. ഞാൻ പറയട്ടെ, കിഴക്കോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥന ഇതിനകത്ത് വരുന്നതല്ല. ചിലർ പടിഞ്ഞാറോട്ട് തിരിഞ്ഞുള്ള പ്രാർത്ഥന, ചിലർ രാഹുകാലം നോക്കുന്നു, ചിലര് പിന്നെന്താണ് ശകുനം നോക്കുന്നത്. രാഹുകാലം ശകുനം നമ്മുടെ വ്യത്യാസം രണ്ടും പൈശാചികമാണെന്ന് എനിക്കറിയാം. അപ്പൊ ഇങ്ങനെ നിരവധി ആയിരിക്കും അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന. അപ്പം ബുധനാഴ്ച ദിവസം ഞാൻ പച്ചവെള്ളം മാത്രമേ കുടിക്കത്തുള്ളൂ. അത് ക്രിസ്ത്യാനികളുടെ ഹിന്ദുക്കളുടെ ഇടയിലെല്ലാം ഉണ്ട്. ഇത് അവരൊരു ദിവസം വെച്ചിട്ട് ചൊവ്വാഴ്ച നോയമ്പെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കൃത്യ ദിവസം നോക്കി അന്ന് ഞാൻ ഇങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പൊ ഇതൊക്കെ എന്താന്ന് പറയുക, ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യത്തെ നമ്മൾ നഷ്ടപ്പെടുത്തുക. ക്രിസ്തുവിൽ വെള്ളിയെന്നും ശനിയെന്നും തിങ്കളൊന്നും ഉണ്ടോ? ഇല്ല. ക്രിസ്തുവിൽ സമയത്തിന് വ്യത്യാസമുണ്ടോ? ഇല്ല. ഞങ്ങൾ ഹിന്ദു പറഞ്ഞാൽ ത്രിസന്ധ്യക്ക് നാമം ചെല്ലണം. അപ്പൊ ഈ ത്രിസന്ധ്യ എന്നുള്ള കാര്യമോ പ്രഭാതം എന്നുള്ള കാര്യമോ ഈ പുതിയ നിയമത്തിലില്ല. എപ്പോഴും നമുക്ക് ഒരുപോലെ ഉള്ളൂ. കാരണം ഈ വാഴ്ചകളും അധികാരങ്ങളും പൈശാചിക ശക്തികളും 24 മണിക്കൂറും അന്തരീക്ഷ മണ്ഡലത്തിലുണ്ട്. അത് ത്രിസന്ധ്യക്കെന്നോ പ്രഭാതത്തിലെന്നോ അർദ്ധരാത്രിയെന്നോ ഇല്ല, രാത്രിയുടെ 3-ാം യാമത്തിലെന്നില്ല. അപ്പം ഈ വന്നിട്ട് പുതിയ പെന്തക്കോസ്റ്റ് ചില ഉപദേശങ്ങൾ പറയാറുണ്ട്, രാവിലെ അല്ലെങ്കിൽ ഇന്ന യാമങ്ങളിൽ ഇരുന്ന് പ്രാർത്ഥിക്കണം. ഇതെല്ലാം വേറെ തത്വോപദേശങ്ങളാണ്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയമില്ല പുതിയ നിയമത്തില്ല. നമുക്ക് എപ്പോൾ സമയം, ഇപ്പം യേശുക്രിസ്തു രാത്രി ഒരുമലയിൽ പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ രാത്രി പ്രാർത്ഥിക്കണമെന്നാണോ? അല്ല, താൻ പകൽ സമയം മുഴുവൻ പ്രവർത്തനമാണ്. സുവിശേഷം രാത്രി പോയി പ്രസംഗിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. അപ്പൊ എന്താണ് രാത്രിയിൽ പ്രാർത്ഥനയും പകൽ എന്താണ് തന്റെ പ്രവൃത്തി. അതുകൊണ്ട് രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് കൂടുതൽ ഹിതവും, രാവിലത്തെ 3-ാം യാമത്തിലും 4-ാം യാമത്തിലും എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന് എന്ത് പ്രസാദകരവും. അങ്ങനെയാണെങ്കിൽ 3-ാമത്തെ യാമത്തിലും 4-ാമത്തെ യാമത്തിലും മാത്രമാണ് ദൈവത്തിന് വളരെ സത്യം എന്നൊക്കെ വരും. ദൈവത്തിന് അങ്ങനെ ഉണ്ടോ? അവൻ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല, സദാകാലം അവൻ എന്താണ് തന്റെ ഭക്തന്മാരുടെ വാക്കിന് വേണ്ടി കാത്തിരിക്കുകയല്ലേ. അപ്പൊ ഇങ്ങനെയുള്ള ഒത്തിരി പോഷത്തെ ഇന്ന് പെന്തക്കോസ്ത് അനുഭവത്തിൽ ഇന്നും ഉണ്ട്. അപ്പൊ നമ്മൾ ഇതിനെല്ലാം എന്താണ് ജയിക്കണം. നമുക്ക് കൃത്യമായിരിക്കും സമയമില്ല. ഈ സമയമൊക്കെ തിരിക്കുന്നത് നമ്മുടെ സൗകര്യത്തിനാണ്, അല്ല ദൈവത്തിന്റെ സൗകര്യത്തിനല്ല. ആണോ? ദൈവം 24 hours ഒരേപോലെ ഇരിക്കില്ലേ? എനിക്ക് സൗകര്യമില്ല, എനിക്ക് കുഞ്ഞിനെ സ്കൂളിൽ വിടണം. അപ്പൊ എന്താണ് ആ സമയത്ത് പ്രാർത്ഥിക്കാനൊക്കത്തില്ല? വേണ്ട. ആ സമയത്ത് പ്രാർത്ഥിക്കുന്ന വേറെ ആൾക്കാരില്ലേ? അപ്പൊ ദൈവം എല്ലായ്പ്പോഴും 24 hours ദൈവം